നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF 81 മുതൽ 89 വരെ സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന് പീപ്പിൾ ടിവിക്ക് വേണ്ടി സെന്റർ ഫോർ ഇലക്ടറൽ സ്റ്റഡീസ് നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പ് പ്രവചിക്കുന്നു. UDFന് 51 മുതൽ 59 വരെ സീറ്റുകൾ ലഭിക്കും. BJPക്ക് 3 സീറ്റുകൾ ലഭിക്കാനും സീറ്റൊന്നും ലഭിക്കാതിരിക്കാനും സാധ്യതയുണ്ടെന്നും സർവേ പ്രവചിക്കുന്നു. മെയ് 6 മുതൽ 8 വരെയായിരുന്നു സർവേ. തൊണ്ണൂറ്റിയേഴ് നിയമസഭാ മണ്ഡലങ്ങളിലെ 582 ബൂത്തുകളിൽ വോട്ടവകാശമുള്ള 17,460 വോട്ടർമാരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ടാണ് സെന്റർ ഫോർ ഇലക്ടറൽ സ്റ്റഡീസ് സർവേ നടത്തിയത്. നാളത്തെ കേരളത്തെ മുൻനിർത്തിയുള്ള CS അഭിപ്രായ സർവേ അന്തിമഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മലബാറിന്റെയും മധ്യ കേരളത്തിന്റെയും തിരുവിതാംകൂറിന്റെയും ചിത്രം അനാവരണം ചെയ്തതിനെ മുൻനിർത്തി എന്താണ് സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം? ഇന്ന് സംസ്ഥാനത്ത് വോട്ടെടുപ്പ് നടക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ജനങ്ങൾ വിധിയെഴുതുന്നത്? നോക്കാം. LDF 81 മുതൽ 89 സീറ്റ് വരെ, UDF 51 മുതൽ 59 സീറ്റ് വരെ, BJP 0 മുതൽ പരമാവധി 3 സീറ്റ് വരെ. ഇതാണ് ഇന്ന് ഒരു വിധിയെഴുത്ത് നടന്നാൽ കേരളം പ്രതീക്ഷിക്കുന്ന ഒരു ടാലി. LDF വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്ന് സർവേ പ്രവചിക്കുന്നു. മലബാറിൽ LDF വൻ മുന്നേറ്റം നടത്തും. LDFന് 37 മുതൽ 40 വരെ സീറ്റുകളും UDFന് 20 മുതൽ 23 വരെ സീറ്റുകളും മലബാറിൽ ലഭിക്കും. BJPക്ക് 1 സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. മധ്യ കേരളത്തിൽ UDFന് നേരിയ മേൽക്കൈയുണ്ട്. എന്നാൽ 2011 അപേക്ഷിച്ച് സീറ്റുകൾ കുറയും. മധ്യ കേരളത്തിൽ UDFന് 20 മുതൽ 23 വരെ സീറ്റുകളും LDFന് 18 മുതൽ 21 വരെ സീറ്റുകളും ലഭിക്കുമെന്നാണ് പ്രവചനം. ഈ മേഖലയിൽ BJPക്ക് സീറ്റൊന്നും ലഭിക്കില്ല. തെക്കൻ കേരളത്തിൽ LDF വൻ മുന്നേറ്റം നടത്തുമെന്ന് സർവേ പ്രവചിക്കുന്നു. ഇവിടെ LDFന് 25 മുതൽ 27 വരെ സീറ്റുകൾ ലഭിച്ചേക്കും. UDFന് 12 മുതൽ 14 വരെ സീറ്റുകൾ ലഭിച്ചേക്കാം. BJP ഏറ്റവും അധികം പ്രതീക്ഷ പുലർത്തുന്ന തെക്കൻ കേരളത്തിൽ സീറ്റൊന്നും ഉറപ്പിക്കാനാവില്ല. 2 സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പിൽ LDFന് 43.1% വോട്ടും UDFന് 40.6% വോട്ടും BJPക്ക് 14.1% വോട്ടും ലഭിക്കുമെന്ന് സർവേ പ്രവചിക്കുന്നു. ന്യൂസ് ഡെസ്ക്. സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടാകുമെന്ന് CAS സർവേ ചൂണ്ടിക്കാട്ടുന്നു. UDF ഭരണത്തിന് കീഴിൽ അഴിമതി വർദ്ധിച്ചതായി 70.4% പേർ അഭിപ്രായപ്പെട്ടു. UDF ഭരണത്തിൽ 51.1% പേർ അതൃപ്തരാണെന്ന് CS സർവേ ചൂണ്ടിക്കാട്ടുന്നു. 42.5% പേർ മാത്രമാണ് തൃപ്തർ. വോട്ട് ചെയ്യാനുള്ള പ്രഥമ പരിഗണന പാർട്ടിക്കാണെന്ന് 46.5% പേർ പറയുമ്പോൾ സ്ഥാനാർത്ഥിയുടെ മികവിനാണ് മുഖ്യ പരിഗണനയെന്ന് 43.7% പേരും അഭിപ്രായപ്പെടുന്നു. കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനത്തിൽ 59.5% വോട്ടർമാരും അതൃപ്തരാണ്. BJPയുടെ മുഖ്യപ്രചാരകനായിരുന്ന നരേന്ദ്രമോദിയുടെ പ്രവർത്തനത്തിൽ പൂർണ്ണ തൃപ്തിയുള്ളവർ 13% പേർ മാത്രം. 28.2% പേർ ഏറെക്കുറെ തൃപ്തരാണ്. 40% പേർ അതൃപ്തരും. 9.8% പേർ ഏറെക്കുറെ അതൃപ്തരുമാണ്. UDF ഭരണത്തിന് കീഴിൽ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിച്ചതായി 78.8% പേരും അഴിമതി വർദ്ധിച്ചതായി 70.4% പേരും അഭിപ്രായപ്പെടുന്നു. BDJS സഖ്യം BJPക്ക് ഗുണം ചെയ്തതായി 34% പറയുമ്പോൾ 34.1% പേർക്ക് എതിരഭിപ്രായമാണ്. വികസനം, കൃഷി, തൊഴിൽക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പ് എന്നിവയിലെല്ലാം LDF ആണ് UDFനേക്കാൾ മികച്ചതെന്ന് ഭൂരിഭാഗവും അഭിപ്രായപ്പെടുന്നു. വിവാദ ഭൂമിദാന ഉത്തരവുകൾ UDFന് ദോഷം ചെയ്തെന്ന് 59.2%, അഴിമതി ആരോപണം നേരിട്ട മന്ത്രിമാർ മത്സരിക്കുന്നത് UDFന് ദോഷം ചെയ്തെന്ന് 66.4%, ബാർക്കോഴക്കേസിലെ സർക്കാർ തീരുമാനങ്ങളോട് യോജിക്കാനാവില്ലെന്ന് 59% പേരും അഭിപ്രായപ്പെടുന്നു. നവമാധ്യമങ്ങളിൽ മുതിർന്ന നേതാക്കൾ സജീവമായതിനെ 41.9% പേർ നല്ല പ്രവണതയായാണ് വിലയിരുത്തുന്നത്. പുരുഷന്മാരിലെ 42.8% LDFനെ അനുകൂലിക്കുമ്പോൾ UDFനെ പിന്തുണയ്ക്കുന്നത് 39.7% മാത്രം. 42.8% സ്ത്രീകൾ LDFനെ പിന്തുണയ്ക്കുമ്പോൾ UDFന് 42.1% സ്ത്രീകളുടെ പിന്തുണയുണ്ട്. ചെറുപ്പക്കാരും മധ്യവയസ്കരും കൂടുതലായി LDFനെ പിന്തുണയ്ക്കുമ്പോൾ
50 മുതൽ 59 വരെ പ്രായമുള്ളവർക്കിടയിൽ മാത്രം UDFന് നേരിയ മേൽക്കൈയുണ്ട്. UDFന് ഹിന്ദു വോട്ടർമാർക്കിടയിൽ വൻ തിരിച്ചടിയുണ്ടായി. ഇവർക്കിടയിൽ 49.1% LDFനെ പിന്തുണയ്ക്കുമ്പോൾ UDFന് ലഭിക്കുന്നത് 28.1%, BJPക്ക് 20.8% പിന്തുണയാണ്. മുസ്ലിം വിഭാഗത്തിലെ 55% പിന്തുണ UDFനും 41.2% പിന്തുണ LDFനുമുണ്ട്. LDFന് മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കൂടുതൽ മുസ്ലിം വോട്ടർമാരുടെ വോട്ടുകൾ ലഭിക്കും. ക്രിസ്തു മതവിശ്വാസികളിലെ 60.7% UDFനെയും 31.4% LDFനെയും പിന്തുണയ്ക്കുന്നതായും സർവേ ചൂണ്ടിക്കാട്ടുന്നു. BDJS BJPയുമായി സഖ്യമുണ്ടാക്കിയത് LDFന്റെ ഈഴവ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കിയിട്ടില്ലെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പരസ്യപ്രചാരണത്തിന് ഇന്ന് തിരശ്ശീല വീഴും. 2 മാസത്തിലേറെ നീണ്ട പ്രചാരണ കോലാഹലത്തിനാണ് ഇന്ന് കൊട്ടിക്കലാശം കുറിക്കപ്പെടുന്നത്. സംസ്ഥാനത്തുടനീളമുള്ള പൊതുവായ വിവരങ്ങളുമായി KG ദിനകർ തത്സമയം ചേർന്നുണ്ട്. ദിനകർ, സമീപകാലത്തെങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പിനാണ് ഇന്ന് കൊട്ടിക്കലാശമാകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള കൂട്ടലിലും കിഴക്കിലുമൊക്കെ അത്തരത്തിലുള്ള പൂർണ്ണമായ കണക്കുകൂട്ടലിലേക്കൊക്കെയുള്ള നിമിഷങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പൊതുവായ വിവരങ്ങൾ. സൗമ്യ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത് ഇന്ത്യ ഒട്ടാകെ കേരളത്തിൻ്റെ ഫലം ഉറ്റുനോക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് LDFും UDFും അതോടൊപ്പം BJPയും തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള ശക്തമായ പോരാട്ടം നടത്തുന്നു എന്ന് തന്നെയാണ് ആ മത്സരത്തെ ശ്രദ്ധേയമാക്കുന്നതും. സംസ്ഥാനത്ത് ഇന്ന് പരസ്യ പ്രചരണത്തിന് സമാപനം കുറിക്കുകയാണ്. നാളെ ഒരു ദിനം നിശബ്ദ പ്രചരണം. മറ്റന്നാൾ രാവിലെ 7 മണിക്ക് കേരളം പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകിയെത്തും. വൈകിട്ട് 6 മണി വരെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് പരസ്യ പ്രചാരണത്തിന് ഉള്ള 6 മണിക്കാണ് സമയം അവസാനിക്കുക. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തങ്ങളുടെ അവസാന അടവും പയറ്റിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ ബഹുദൂരം മുന്നിലെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കേരളം ഒട്ടാകെ പരിശോധിച്ച് നോക്കിയാൽ 3 മുന്നണികളും LDFും UDFും ഒപ്പം BJPയും തങ്ങളുടെ അവകാശവാദങ്ങൾ നിരത്തുകയാണ്. വിവിധ വിഷയങ്ങൾ കൊണ്ട് സമാപനത്തിലേക്ക് പരസ്യപ്രചരണത്തിൻ്റെ സമാപനത്തിലേക്ക് എത്തുമ്പോൾ വിവിധ വിഷയങ്ങൾ കൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗം സജീവമാണ്. അതിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ എന്നും നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത് അഴിമതി, അതോടൊപ്പം തന്നെ ബാർ കോഴക്കേസ്, സോളാർ അഴിമതി, അതോടൊപ്പം തന്നെ ജിഷ വധം, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും VSും തമ്മിലുള്ള കേസ്, അതോടൊപ്പം സോമാലിയൻ വിഷയം, ഭൂമിദാനം, വിലക്കയറ്റം, മദ്യനിരോധനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ UDF തങ്ങളുടെ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. മെട്രോ, അതോടൊപ്പം തന്നെ വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള വൻകിട പദ്ധതികൾ തങ്ങൾ നടപ്പിലാക്കി. അതിൻ്റെ ഒരു ഭരണ തുടർച്ച തങ്ങൾക്ക് നൽകണം എന്നുള്ള ആവശ്യമാണ് UDF മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം LDF ആവട്ടെ അഴിമതി തന്നെയാണ് മുഖ്യ പ്രചരണ ആയുധമാക്കിയത്. ഏറ്റവും ഒടുവിൽ ജിഷ വധക്കേസിൽ ഇതുവരെ പ്രതികളെ പിടികൂടാൻ കഴിയാത്തതും അവർ ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നതിന് തെളിവായി LDF ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും സജീവ ചർച്ചാ വിഷയമാണ്. ഏറ്റവും ഒടുവിൽ എത്തുന്നത് സോമാലിയ വിഷയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തുകയും കേരളത്തെ സോമാലിയയോട് ഉപമിക്കുകയും ചെയ്തു. അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന ഒരു തിരിച്ചറിവ് കൂടി BJPക്ക് ഇപ്പോൾ ഉണ്ട്. നേതാക്കൾ അത്തരത്തിൽ സമ്മതിക്കുന്നില്ല എങ്കിൽ കൂടിയും BJP അതിലൂടെ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഏറ്റവും ഒടുവിൽ കാണാൻ കഴിയുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ നടന്ന 2 സംഭവങ്ങൾ. ഒന്ന്, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി VSനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത സംഭവം, അതോടൊപ്പം തന്നെ VS അതിനെതിരെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള കേസുകൾ കോടതിയിൽ എത്തിച്ച സംഭവം, അതിലുണ്ടായ വിധി, അതോടൊപ്പം തന്നെ സോളാർ കേസിൽ സരിത നായർ സോളാർ കമ്മീഷനിൽ മൊഴി നൽകിയത്, തെളിവ് നൽകിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും സജീവ ചർച്ചാ വിഷയമാകുന്നു. ഏറ്റവും ഒടുവിൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ഒടുവിൽ ഇത്തരം വിഷയങ്ങളൊക്കെ കൊണ്ട് സജീവമാണ്. അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJP പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉൾപ്പെടെ ഉള്ള പ്രമുഖ നേതാക്കളെ കേരളത്തിൽ എത്തിച്ചുകൊണ്ട് തങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിയുമോ, അതല്ല എങ്കിൽ BJPക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ വലിയ പ്രചരണ കോലാഹലങ്ങൾ തന്നെയാണ് BJP സംസ്ഥാനത്ത് ഉടനീളം കെട്ടഴിച്ചുവിട്ടത്. കോടിക്കണക്കിന് രൂപ സംസ്ഥാനത്തേക്ക് ഒഴുക്കിക്കൊണ്ട് തന്നെയാണ് BJPയുടെ പ്രചരണം സംസ്ഥാനത്ത് എമ്പാടും നടന്നത് എന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും. SNDP രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ചുകൊണ്ട് BDJS എന്ന പാർട്ടി രൂപീകരിച്ചുകൊണ്ട് BJPയോടൊപ്പം ചേരുന്ന ഒരു കാഴ്ചയും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. BDJSന്റെ സാന്നിധ്യം എത്രത്തോളം BJPക്ക് ഗുണകരമാകും എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയം തന്നെയാണ്.
എന്തായാലും കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ രാജ്യം ഒട്ടാകെ കേരളത്തിൻ്റെ ഫലം ഉറ്റുനോക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം വിവിധ സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതനുസരിച്ച് LDFന് മേൽക്കൈ ഉണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ചില സർവേകളിൽ UDF നേരിയ മാർജിനിൽ UDF വിജയത്തിലേക്ക് എത്തും എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സൗമ്യ. ദിനകറാണ് പൊതുവായ വിവരങ്ങൾ നൽകിയത്. നമുക്ക് ഓരോ മേഖലയിലെ വിവരങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മലബാറിൽ നിന്നുള്ള വിവരങ്ങളുമായി കുട്ടൻ തത്സമയം ചേർന്നുണ്ട്. കുട്ടൻ, ഇനിയിപ്പോൾ കൊട്ടിക്കലാശത്തിന്റെ സമയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവസാന ഘട്ടത്തിലുള്ള ഒരു തകൃതിയായ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? പൊതുവായ കണക്കുകൂട്ടലുകൾ വിവിധ മുന്നണികളുടെയൊക്കെ തന്നെ. കുട്ടൻ. ആകെ 6 ജില്ലകളിലായി 60 മണ്ഡലങ്ങളാണുള്ളത്. നമുക്കറിയുന്നത് പോലെ LDFന് പൊതുവിൽ വലിയ മേൽക്കൈയുള്ള ജില്ലകളാണ് ഈ മലബാർ മേഖലയിലുള്ളത്. കണ്ണൂരായാലും കോഴിക്കോടായാലും പാലക്കാടായാലും കാസർഗോഡുമൊക്കെ LDF വലിയ മാർജിനിൽ വിജയിക്കുന്ന ജില്ലകളാണ്. ആ മുന്നേറ്റം ഇത്തവണയും നിലനിർത്താൻ പറ്റുമെന്ന ഒരു വലിയ ആത്മവിശ്വാസത്തിലാണ് LDFൻ്റെ നേതാക്കളും പ്രവർത്തകരും. അതേസമയം വയനാട്ടിലും മലപ്പുറത്തും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും. മലപ്പുറത്ത് ഇപ്പോൾ 2 സിറ്റിംഗ് സീറ്റുകളാണ് നിലവിലുള്ളത്. അവിടെ വലിയ രീതിയിലുള്ള പോരാട്ടം, വലിയ രീതിയിലുള്ള മത്സരം പല മണ്ഡലങ്ങളിലും നടക്കുന്നുണ്ട്. നിലമ്പൂരും താനൂരും പെരിന്തൽമണ്ണയും മങ്കടയും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വലിയ പോരാട്ടം നടക്കുന്നുണ്ട്. ഇവിടങ്ങളിൽ 2-3 സീറ്റുകൾ കൂടി LDF അധികം നേടും എന്നുള്ളതാണ് LDF കേന്ദ്രങ്ങളുടെ ഒരു പ്രതീക്ഷ. അതുപോലെ തന്നെ വയനാട്ടിലും മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. കണ്ണൂർ ജില്ലയിലാണെങ്കിൽ നമുക്കറിയാം, കേരളത്തിൽ തന്നെ UDF ഏറ്റവും വലിയ വിമത ശല്യം നേരിടുന്ന ജില്ല കണ്ണൂരാണ്. ഇരിക്കൂറിലും പേരാവൂരിലും അഴീക്കോട്ടും കണ്ണൂരിലും UDFൻ്റെ സിറ്റിംഗ് സീറ്റുകളായ ഈ 4 മണ്ഡലങ്ങളിലും ശക്തരായ വിമതർ UDFനെതിരെ രംഗത്തുണ്ട്. അത് വലിയ തിരിച്ചടിയാകുമെന്നുള്ളൊരു ഭീതി UDF നേതൃത്വത്തിനുണ്ട്. എന്നാൽ അതെല്ലാം മാറ്റിക്കൊണ്ട് വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് തന്നെ മന്ത്രി KC ജോസഫ്, അതുപോലെ തന്നെ KP മോഹൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നുണ്ട്. അവരൊക്കെ വിജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ UDF കേന്ദ്രങ്ങളും വെച്ച് പുലർത്തുന്നു. കാസർഗോഡ് ജില്ലയിൽ നമുക്കറിയാം, മഞ്ചേശ്വരമാണ് BJP മലബാർ മേഖലയിൽ BJPക്ക് പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം. അവിടെ ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിലും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുണ്ട്. ഈ 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് BJPക്ക് കാര്യമായ സ്വാധീനമുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ഈ തെരഞ്ഞെടുപ്പിൽ മലബാറിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് LDFൻ്റെ താരസ്ഥാനാർത്ഥികൾ, അതായത് LDFൻ്റെ സമുന്നതരായ നേതാക്കൾ, 2 നേതാക്കളും മത്സരിക്കുന്നത് മലബാർ മേഖലയിലെ മണ്ഡലങ്ങളാണ്. പിണറായി വിജയൻ, LDFൻ്റെ സമുന്നത നേതാവായ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ജന്മനാട് ഉൾക്കൊള്ളുന്ന ധർമ്മട മണ്ഡലത്തിൽ മത്സരിക്കുന്നു. VS അച്യുതാനന്ദൻ, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ മലമ്പുഴയിലും ജനവിധി തേടുന്നു. ഈ 2 മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് മത്സരമുണ്ട് എന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. കാരണം 2 സ്ഥാനാർത്ഥികളും വലിയ ജനകീയ പിന്തുണയുള്ളവരാണ്. ഇവർ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് പ്രചാരണ രംഗത്ത് വലിയ മേൽക്കൈയാണ് നേടിയത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഏതാണ്ട് ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ഈ 2 നേതാക്കളും LDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന് വേണ്ടി എത്തിയിരുന്നു. അതിൽ കഴിഞ്ഞുള്ള സമയം മാത്രമാണ് സ്വന്തം മണ്ഡലങ്ങളിൽ ചെലവഴിക്കാൻ ഇവർക്ക് സമയം കിട്ടിയിരുന്നുള്ളൂ. ഇതിന് വലിയ ആവേശകരമായ മുന്നേറ്റമാണ് ഇരു നേതാക്കളും നടത്തിയിരിക്കുന്നത്. പൊതുവിൽ തെക്കൻ കേരളത്തെയോ അല്ലെങ്കിൽ മധ്യ കേരളത്തെയോ പോലെ ജാതി സമവാക്യങ്ങളോ അല്ലെങ്കിൽ സമുദായ സമവാക്യങ്ങളും തന്നെ ബാധിക്കുന്ന ഒരു മേഖലയല്ല മലബാർ. നമുക്കറിയാം, മലബാറിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കൃത്യമായി രാഷ്ട്രീയം തന്നെയാണ് ഇവിടെ കൈകാര്യം ചെയ്യപ്പെടുന്നത്. ഓരോ വ്യക്തിക്കും ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായി രാഷ്ട്രീയം, വലിയ രീതിയിൽ രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു ജനതയാണ് ഈ മേഖലയിലുള്ളത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം തന്നെയായിരിക്കും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം. സംസ്ഥാനത്തെ പൊതുപ്രചാരണ വിഷയങ്ങളെല്ലാം തന്നെ ഇവിടെയും വളരെ സജീവമായി നിൽക്കുന്നുണ്ട്. വിലക്കയറ്റമായാലും അഴിമതിയായാലും പെരുമ്പാവൂരിലെ ജിഷ കൊലപാതകമായാലും പ്രധാനമന്ത്രിയുടെ സോമാലിയ പരാമർശം ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും വളരെ സജീവമായ രീതിയിൽ മലബാറിലെ മണ്ഡലങ്ങളിലും ചർച്ചാ വിഷയമാണ്. അതുപോലെ തന്നെ MLA മാർ അവരുടെ വികസന പ്രവർത്തനങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് ജനങ്ങളെ സമീപിക്കുന്നു. BDJS എന്ന് പറയുന്ന SNDPയുടെ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് ഈ മേഖലയിൽ വലിയ സ്വാധീനമൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. അത്തരം ഒരു സംവിധാനമല്ല മലബാറിലെ മണ്ഡലങ്ങളിൽ ഉള്ളത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഏതായാലും ഇന്നലെ വിവിധ സ്ഥലങ്ങളിൽ റോഡ് ഷോ ഒക്കെയായി സ്ഥാനാർത്ഥികൾ വലിയ പ്രചാരണം നടത്തിയിരുന്നു. കണ്ണൂരിൽ പ്രചാരണത്തിന് വേണ്ടി ധർമ്മടത്ത് പിണറായിയുടെ കൂടെ പ്രചാരണത്തിന് വേണ്ടി നടൻ ഇന്നസെൻ്റ് എത്തി എന്നുള്ളതാണ് ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൗതുകം. ഇന്നും മറ്റ് എല്ലാ കേന്ദ്രങ്ങളിലും ബൂത്തുകൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ ലോക്കൽ ആസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും ചെറിയ പട്ടണങ്ങൾ കേന്ദ്രീകരിച്ചുമുള്ള പ്രചാരണങ്ങളാണ് നടക്കുക. കുട്ടിക്കലാശമാണ് നടക്കുക. മലപ്പുറം ജില്ലയിൽ കേന്ദ്രീകരിച്ച കുട്ടിക്കലാശമില്ല. അവിടെ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് അത്തരം കുട്ടിക്കലാശം വേണ്ട എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലാണെങ്കിൽ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള കുട്ടിക്കലാശം അല്ലെങ്കിൽ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള ഒരു കേന്ദ്രീകരിച്ച പ്രചാരണ പരിപാടികൾ ഇന്നലെ വൈകിട്ടോടുകൂടി കഴിഞ്ഞിരുന്നു. ഇന്ന് ബൂത്ത് തലങ്ങൾ കേന്ദ്രീകരിച്ചും അതുപോലെ ചെറിയ ചെറിയ ഗ്രാമങ്ങളും പട്ടണങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുള്ള സ്ഥാനാർത്ഥികളടക്കം വന്നുകൊണ്ടുള്ള പ്രചാരണമായിരിക്കും കുട്ടിക്കലാശത്തിന്റെ ഭാഗമായി.
മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. മധ്യ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങളുമായി സാലി മുഹമ്മദ് കൂടി നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. സാലി, ശക്തമായ മത്സരങ്ങൾ നടക്കുന്ന നിരവധി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന മധ്യ കേരളത്തിൽ എങ്ങനെയാണ് ഈ അവസാന നിമിഷത്തിലെ പരസ്യ പ്രചാരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? സൗമ്യ, കഴിഞ്ഞ 2-2.5 മാസക്കാലം നടന്ന അങ്ങേയറ്റം വാശിയേറിയ പോരാട്ടം, തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് തന്നെയാണ് മധ്യ കേരളവും സാക്ഷ്യം വഹിച്ചത്. വലിയ വാശിയായിരുന്നു അത്യന്തം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉടനീളം ദൃശ്യമായത്. നമുക്കറിയാം, UDF നേരിയ തോതിലെങ്കിലും മേൽക്കൈ മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നൽകുകയും UDF അധികാരത്തിലെത്തിക്കാൻ സഹായിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക ഭൂപ്രദേശവും ജനതയുമാണ് മധ്യ കേരളത്തിലെ 5 ജില്ലകളിലുള്ളത്. ഈ 5 ജില്ലകളിലും കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ 50 സീറ്റുകൾ ആകെയുള്ളതിൽ 28 സീറ്റുകളും UDFനൊപ്പവും 22 സീറ്റുകൾ ഇടതുമുന്നണിക്കൊപ്പവും നിന്ന ഒരു പ്രദേശമാണ് മധ്യ കേരളത്തിലെ 5 ജില്ലകൾ. അത് തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി എന്നീ 5 ജില്ലകളാണ്. ഈ ജില്ലകളിൽ സാമുദായിക സമവാക്യങ്ങളും ഒക്കെ വോട്ടെടുപ്പിനെ അടിയൊഴുക്കുകളായും ഒക്കെ ബാധിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പൊതു രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറം സാമുദായികമായി ചേരിതിരിവുണ്ടാക്കുന്ന ചില വിഷയങ്ങൾ കൂടി സവിശേഷമായി പ്രചരണ രംഗത്ത് ദൃശ്യമാവുകയും ഒക്കെ ചെയ്ത ഒരു പ്രദേശമാണ് ഇത്. ഇത്തവണ കഴിഞ്ഞ തവണത്തെ 28 സീറ്റ് നിലനിർത്താൻ കഴിയും എന്ന പ്രതീക്ഷ UDF കേന്ദ്രങ്ങൾക്കില്ല എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ കാര്യം. എന്നാൽ 22 സീറ്റ് നേടിയ ഇടത് ക്യാമ്പുകൾക്കാകട്ടെ അവർ ഒരു 5-6 സീറ്റുകൾ, 4-5 സീറ്റുകൾ കൂടി അധികം നേടി 30-അടുത്തേക്ക് എത്തും എന്ന പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നു. ആകെയുള്ള 50 സീറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഏതാണ്ട് ഒപ്പത്തിനൊപ്പമാവും ഇരു മുന്നണികളും എന്ന് തന്നെയാണ്. അതായത് UDFന് മുൻപുണ്ടായിരുന്ന മേൽക്കൈ നിലനിർത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉള്ള ഒരു പ്രദേശമാണ് മധ്യ കേരളം എന്ന് അടിവരയിട്ട് പറയേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. വിശേഷിച്ചും എടുത്തു പറയേണ്ട ചില സീറ്റുകളുണ്ട്. അതിൽ കോട്ടയം ജില്ലയിലെ പാല, പൂഞ്ഞാർ, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി തുടങ്ങിയ സീറ്റുകളിൽ കഴിഞ്ഞ തവണ പാലായും പൂഞ്ഞാറും ചങ്ങനാശ്ശേരിയും ഒക്കെ UDFന് വലിയ തോതിൽ മേൽക്കൈ നൽകിയ പ്രദേശങ്ങളാണ്. നമുക്കറിയാം, KM മാണി ഉൾപ്പെടെ PC ജോർജ് ഉൾപ്പെടെയുള്ളവർ മത്സരിച്ച സീറ്റുകളായിരുന്നു. ഈ 3 സീറ്റുകളിലും ഒരിക്കലും കാണാത്തത്ര വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് കോട്ടയം ജില്ല സാക്ഷ്യം വഹിച്ചത്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങളിലൊക്കെ ഒരു മാറ്റത്തിൻ്റെ കാറ്റ് വീശുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ, നിഷ്പക്ഷമതികൾ പോലും വിലയിരുത്തുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മാത്രമേ പാലാ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ വോട്ടർമാരുടെ മനസ്സ് മാണിക്കൊപ്പം തന്നെയോ അതോ മാണിക്കെതിരായോ എന്ന് വിലയിരുത്താൻ കഴിയൂ. ഏതായാലും തൊട്ടടുത്ത ജില്ലയായ എറണാകുളം ജില്ലയിലേക്ക് വന്നാൽ എറണാകുളം ജില്ല UDFന് വലിയ മേൽക്കൈ നൽകി വന്നിരുന്ന പ്രദേശമാണ്. കഴിഞ്ഞ തവണ 14-ൽ 3 സീറ്റുകൾ മാത്രമാണ് LDFന് നൽകിയത്. 11-ലും UDFനായിരുന്നു മേൽക്കൈ. എന്നാൽ ഇത്തവണ ചില മണ്ഡലങ്ങളിലെങ്കിലും മാറ്റത്തിൻ്റെ കാറ്റ് വീശുന്നു എന്ന വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിമതശല്യം UDF നേരിടുന്ന കൊച്ചി പോലുള്ള സീറ്റുകളാണ്. ഒപ്പം തൃപ്പൂണിത്തുറ K. ബാബു, അഴിമതി ആരോപണ വിധേയനായ K. ബാബു വീണ്ടും 6ാമത് തവണ മത്സരരംഗത്തെത്തിയിരിക്കുന്നു. LDFനെ സംബന്ധിച്ചിടത്തോളം DYFIയുടെ സംസ്ഥാന സെക്രട്ടറി M. സ്വരാജിനെ മത്സരരംഗത്തിറക്കി അങ്ങേയറ്റം വാശിയേറിയ ഏറ്റവും നൂതനമായ പ്രചരണ രീതികൾ ഉപയോഗിച്ചുള്ള വാശിയേറിയ ഒരു പ്രചരണമാണ് തൃപ്പൂണിത്തുറയിൽ LDF കാഴ്ചവെച്ചത്. അങ്ങനെ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ തെക്കൻ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങളുമായി ജീവൻ കൂടി നമ്മോടൊപ്പം തത്സമയം ചേർന്നുണ്ട്. ജീവൻ, ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ നിർണായക തീരുമാനമെടുക്കുന്ന നിരവധി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന തെക്കൻ ജില്ല എങ്ങനെയാണ്, തെക്കൻ മേഖല എങ്ങനെയാണ് ഇപ്പോൾ കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുമ്പോൾ പൊതുവിലുള്ള കണക്കുകൂട്ടലുകൾ എങ്ങനെയാണ്? സൗമ്യ, തീർച്ചയായും കേരളം ആര് ഭരിക്കണമെന്നതിനെ സംബന്ധിച്ച് നിർണായകമായ ഒരു വിധി എഴുതുക തിരുവിതാംകൂർ മേഖല തന്നെയായിരിക്കും. അതിൽ 30 സീറ്റുകൾ തിരുവിതാംകൂർ മേഖലയിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലയിൽപ്പെടുന്ന 30ഓളം സീറ്റുകളാണ് ഇതിലേറ്റവും നിർണായകമായുള്ളത്. അതിൽ കഴിഞ്ഞ തവണ UDFന് അധികാരം കിട്ടിയപ്പോൾ 9ഓളം സീറ്റുകളാണ് UDFനൊപ്പം തലസ്ഥാന ജില്ലയുടെ ഭാഗമായി UDFനൊപ്പം നിന്നത്. എന്നാൽ കൊല്ലത്തും പത്തനംതിട്ടയിലും മേൽക്കൈ ഉണ്ടാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാവുകയും ചെയ്തു. തീർച്ചയായും തിരുവനന്തപുരം മണ്ഡലത്തിലെ തിരുവനന്തപുരം ജില്ലയിലാണ് ആ ഒരു മേൽക്കൈ ഉണ്ടാവേണ്ടത്. പല മണ്ഡലങ്ങളിലും ഒരു പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് എന്ന് പറയേണ്ടതായി വരുന്നു. ചില മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ മുന്നണി വ്യക്തമായ മേൽക്കൈ ഇതിനോടകം നേടിക്കഴിഞ്ഞു. തിരുവനന്തപുരം സിറ്റിക്കുള്ളിലെ 4 മണ്ഡലങ്ങൾ ഇതിനോടകം മത്സരത്തിൻ്റെ സ്വഭാവം കൊണ്ട്, അതിൻ്റെ പ്രവചനാതീതമായ സ്വഭാവം കൊണ്ട് ദേശീയ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. നേമം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, ഒപ്പം കഴക്കൂട്ടം എന്നിവ ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ഇതിനോടകം
സൃഷ്ടിച്ചതുകൊണ്ട് തന്നെ ഏറ്റവും കടുത്ത പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയേണ്ടതായി വരും. കൊല്ലത്താണെങ്കിൽ താരസാന്നിധ്യം കൊണ്ട് ഏറ്റവും അധികം ശ്രദ്ധേയമായ ജില്ലയാണ് കൊല്ലം. പ്രത്യേകിച്ച് കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ സിനിമാ നടനായ മുകേഷ് മത്സരിക്കുന്നു. ഒപ്പം പത്തനാപുരത്ത് 3 സിനിമാ താരങ്ങൾ ഒരുമിച്ച് മത്സരിക്കുന്നു എന്ന പ്രത്യേകത അവിടുത്തെ മത്സരത്തെ ഒരു പ്രത്യേകതയോടുകൂടി കാണേണ്ടതായി വരുന്നു. ഒപ്പം ആറന്മുളയിൽ UDF വിജയിക്കുമെന്ന് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നെല്ലാം വളരെ വേഗം UDF പിറകോട്ട് പോകുന്ന ഒരു അവസ്ഥ ആറന്മുളയിൽ സംജാതമായിരിക്കുന്നു. ഇങ്ങനെ ഇത്തരത്തിൽ കഴിഞ്ഞ തവണത്തെ സ്റ്റാറ്റസ് കോയേക്കാൾ കൂടുതൽ നേടാൻ കഴിയുമെന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉറച്ചു വിശ്വസിക്കുന്നത്. എന്നാൽ കടുത്ത പോരാട്ടവുമായി UDFും തൊട്ടു പിന്നാലെ ഉണ്ടാകുമ്പോൾ BJPയുടെ വോട്ടുകൾ, BJP BDJS വോട്ടുകൾ എത്രത്തോളം നിർണായകമാകും എന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സവിശേഷമായി ഉയർത്തുന്ന ഒരു ചോദ്യം എന്ന് പറയേണ്ടതായി വരുന്നു. സൗമ്യ. യെസ്, ജീവനാണ് തെക്കൻ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങളും നൽകിയത്. ഏതായാലും സമീപകാലത്തെങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിൽ വളരെ ശക്തമായ പോരാട്ടമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. അതിൻ്റെ നിരവധിയായ രാഷ്ട്രീയ സാഹചര്യങ്ങളോടൊപ്പം തന്നെ സാമൂഹികമായ പല വിഷയങ്ങളും കൂടി അതിനൊപ്പം ചേരുന്നുണ്ട്. മറ്റന്നാൾ കേരളം ബൂത്തിലേക്ക് എത്തുകയാണ്. വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെ കേരളം നേരിടുമ്പോൾ ദേശീയതലത്തിൽ ഒട്ടാകെ തന്നെ തെരഞ്ഞെടുപ്പ് സുപ്രധാനമാകുന്നത് സ്വാഭാവികമായും ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം അതോടൊപ്പം തന്നെയുള്ള മറ്റ് ഘടകങ്ങൾ കൂടി പരിഗണിക്കപ്പെടുമ്പോഴാണ്. നമ്മൾ ചർച്ചയിലേക്ക് പോവുകയാണ്. നമ്മളൊപ്പം തത്സമയം ശ്രീ SR ശക്തിധരൻ, ശ്രീ PV മുരുകൻ, ശ്രീ അജിത് കുമാർ, KVS ഹരിദാസ് എന്നിവർ തത്സമയം ചേരുന്നുണ്ട് ചർച്ചയിൽ. ആദ്യം തന്നെ ശ്രീ SR ശക്തിധരൻ, ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് വലിയ തെരഞ്ഞെടുപ്പുകളുടെ ഒക്കെ നേരിട്ട് നിന്ന് കണ്ടിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ. ഒരുപക്ഷെ അത്തരത്തിലുള്ള ഓർമ്മകളൊക്കെ തന്നെയും ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ ഈ തെരഞ്ഞെടുപ്പിനെ എവിടെയായിരിക്കും നിർത്തുക? അല്ല, ഇത് മറ്റ് നമ്മുടെ ഇതിനു മുമ്പ് സ്വതന്ത്ര ഭാരതത്തിൽ നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വളരെ പ്രാധാന്യമറിയിക്കുന്ന, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ പ്രാധാന്യമറിയിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായിട്ടാണ് രാഷ്ട്രീയത്തിൻ്റെ ഹരിശ്രീയെങ്കിലും അറിയാവുന്ന ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നതും വിലയിരുത്തിയിരിക്കുന്നതും. ഇത് ഈ തിരഞ്ഞെടുപ്പ് 2 ദേശീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം, അതായത് CPMനെ സംബന്ധിച്ചിടത്തോളവും CPM നയിക്കുന്ന ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളവും UDF നയിക്കുന്ന കോൺഗ്രസ് നയിക്കുന്ന UDF മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ 2 പ്രസ്ഥാനത്തിൻ്റെയും അല്ലെങ്കിൽ ഈ 2 രാഷ്ട്രീയ പാർട്ടികളുടെയും വിധി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് എന്നുള്ളതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇരു കക്ഷികളും ഇരു മുന്നണികളും രംഗത്തിറങ്ങിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തീപാറുന്ന മത്സരം ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഒരു പ്രാധാന്യത്തോടുകൂടി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ശക്തിയും അതിൻ്റെ ഒരു കേന്ദ്രീകൃതമായ സ്വഭാവവുമെല്ലാം മറ്റെന്നത്തേക്കാളും നമ്മളുടെ സംസ്ഥാനത്ത് വോട്ടിംഗ് ശതമാനം അതിൻ്റേതായിട്ട് ഏറ്റവും പാരമ്യതയിലെത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിസൾട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 2 മുന്നണി പ്രസ്ഥാനത്തെയും അതിൻ്റെ കൂടെ BJP നയിക്കുന്ന NDAയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. NDA അതിൻ്റെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേദിയാക്കിയിരിക്കുന്ന ഈ കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കുക എന്നുള്ള അവരുടെ ചിരകാല സ്വപ്നം പൂവണിയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. അതല്ലെങ്കിൽ പ്രധാനമന്ത്രി തന്നെ 2-3 പ്രാവശ്യം ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി വരിക എന്നൊക്കെ ഉള്ളത് അതിന് തൊട്ട് മുമ്പുണ്ടായ ചില ദുരന്തങ്ങൾ നേരിൽ കാണാനും അതിനോട് പരിതപിക്കാനും ഒക്കെ വന്നു എന്നൊക്കെ പറയുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അവരുടെ അക്കൗണ്ട് തുറക്കുക എന്നുള്ള ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രചരണം. അതുകൊണ്ട് തന്നെ പ്രചരണത്തിന് കൊഴുപ്പ് കൂടി ഇത്തവണ. ഇതിനു മുമ്പ് ഒരിക്കലും ഇത്രയേറെ, അതിപ്പോൾ ഈ ഇതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല, നമ്മളുടെ പ്രചരണ തന്ത്രത്തിൻ്റേതായിട്ടുള്ള ഭാവവും രൂപവും ഒക്കെ മാറിയ സ്ഥിതിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പണക്കൊഴുപ്പും വന്നിട്ടുണ്ട്. ആ പണക്കൊഴുപ്പ് നല്ല പോലെ ഈ കേരള തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത് BJPയുടെ ഈ അണ്ടകടാഹം കലക്കിയുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. 20 കോടി ചോദിച്ചവരോട് നിങ്ങൾ 100 കോടി കൊണ്ടുപോകും, 15% വോട്ടും അല്ല 20% വോട്ടും ഒരു 2 സീറ്റും കൊണ്ടുപോകുക എന്ന് പറഞ്ഞ അഖിലേന്ത്യാ നേതൃത്വമാണ് BJP സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിലുള്ളത്. ആ ഗൗരവം അവരിവിടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ നമുക്ക് പേരറിയുന്നതും അറിയാത്തവരുമായിട്ടുള്ള എത്രയോ മന്ത്രിമാർ ഇപ്പോൾ ഇതിനകത്ത് ഇവിടെ ഈ കേരളത്തിൽ വന്നുപോയി. വല്ല ചലനവും അത് സൃഷ്ടിച്ചിട്ടുണ്ടോ എന്നുള്ളത് അവർ പരിശോധിക്കേണ്ട കാര്യമാണ്. മറ്റേ 2 പ്രബല മുന്നണികളും പറയുന്നത് BJPക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. മിക്കവാറും സർവേകളും അഭിപ്രായ വോട്ടെടുപ്പുകളിലും നിഴലിച്ച് കാണുന്ന ഒന്ന്, BJPക്ക് ഒരു സാധ്യത അവരാരും
കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ മറ്റു സാമൂഹ്യ വശങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ജാതിപരമായ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. BJPക്ക് വളക്കൂറുള്ള മണ്ണല്ല കേരളം എന്നുള്ളത് BJP വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാലും ഒരു ഇങ്ങനെ കേന്ദ്രഭരണം കയ്യിലിരിക്കുമ്പോൾ അവർക്കൊന്നും ഇവിടെ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരവസ്ഥ സൃഷ്ടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ സന്നാഹം, ഈ തെരഞ്ഞെടുപ്പ് ഇത്രയും കൊഴുപ്പുള്ളതാണ് എന്ന് വരുത്തി തീർക്കാൻ. പക്ഷേ ആ ഒരു സാഹചര്യത്തിലും BJP ചർച്ച ചെയ്യപ്പെടുന്നു എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടമാണ്. അത് ഇന്നലെ ഇവിടെ ചർച്ചയിലിരുന്ന BJPയുടെ നേതാവ് തന്നെ പറയുകയുണ്ടായി, ഞങ്ങളൊരു ചർച്ചാ വിഷയമാക്കി മാറിയില്ലേ കേരളത്തിൽ. അത് ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിലൊന്നും അങ്ങനെ വലിയ ഇത്രയും സ്ട്രോങ് ആയിട്ട് അവരുടെ ഒരു ഫീൽഡ് ഉറപ്പിക്കുന്നതിന് അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അത് കഴിഞ്ഞിട്ടുണ്ട്. അതിനവർക്ക് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പാണ് മറ്റേ പ്രചോദനമായത്. അങ്ങനെ പ്രചോദനമാക്കിയതിൻ്റെ പിന്നിൽ UDFൻ്റെ കുടിലതന്ത്രമുണ്ട്. ആ തന്ത്രവും കൂടിയാണ് ഇവിടെ പ്രയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് എക്സ്പോസ്ഡ് ആയിരിക്കുന്നു കേരള തെരഞ്ഞെടുപ്പിൻ്റെ ഷിനോറിയായി. അതുകൊണ്ട് തന്നെ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റില്ല എന്ന് പരിഹാസപൂർവ്വം ഞാൻ പറയുന്നില്ലെങ്കിലും ബാങ്കിൽ അക്കൗണ്ട് തുറക്കാം, അതിന് യാതൊരു സംശയവും വേണ്ട. യെസ്, ശ്രീ PV മുരുകൻ, ഒരുപക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ, അതിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പായാലും തദ്ദേശ തെരഞ്ഞെടുപ്പായാലും ഒക്കെ തന്നെയും ഇത്തരത്തിലുള്ള കണക്കുകൂട്ടലുകൾ നടത്തുക, അല്ലെങ്കിൽ വലിയ പ്രചരണങ്ങൾ നടത്തുക, തങ്ങളുടെ നില സേഫ് ആക്കുക എന്നതൊക്കെ മുന്നണികളെ സംബന്ധിച്ചായാലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചായാലും സ്വാഭാവികമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ജനങ്ങളുടെ ശൈലിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കുറച്ചുകൂടി രാഷ്ട്രീയം സംസാരിക്കുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന, രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ഒരു ജനതയിലേക്ക് മാറിയിട്ടുണ്ടോ? അത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപും പിൻപും എന്ന രീതിയിൽ മാറ്റപ്പെടുമോ, അതോ അത് തുടർച്ചയായി ഉണ്ടായിട്ടുള്ള ഒരു മാറ്റത്തിന്റെ ഭാഗമാണോ? ഈ തെരഞ്ഞെടുപ്പ് വളരെ ശക്തമായ രാഷ്ട്രീയ അജണ്ടയോടുകൂടി നടക്കുന്ന ഒന്നാണ്. രാഷ്ട്രീയം തന്നെയാണ് ചർച്ചാ വിഷയമാകുന്നത്. പലപ്പോഴും പല തെരഞ്ഞെടുപ്പിലും വേറെ പല വിഷയങ്ങളും വരാറുണ്ട്, വൈകാരികമായ പല പ്രശ്നങ്ങൾ വരാറുണ്ട്, ജാതിമത ഘടകങ്ങൾ വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പം അഴിമതിയാണ് ഏറ്റവും മുഖ്യ വിഷയമായിട്ട് ജനങ്ങൾ കാണുന്നത്. ഭരണ നേട്ടം മറ്റു കാര്യങ്ങളൊക്കെ പിന്നിലേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ അഴിമതിയാണ് മുഖ്യ വിഷയം എന്ന് വരുമ്പോഴത്തേക്ക് ചെറുപ്പക്കാരും സ്ത്രീകളും വരുന്നൊരു വലിയ ജനസാമാന്യം അതിനെ രാഷ്ട്രീയമായിട്ട് കാണുന്നൊരു സ്ഥിതി വരും. പ്രത്യേകിച്ചും ഒരു ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലാണ് എപ്പോഴും ഈ കേരളത്തിൽ നടന്നുള്ള ഓരോ ഗവൺമെൻറ്റിൻ്റെയും വിലയിരുത്തലാണ്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലാണ് നടക്കുന്നത്. വിലയിരുത്തൽ വരുമ്പോഴത്തേക്ക് വികസനത്തെക്കാൾ കൂടുതൽ ആ ഗവൺമെൻറ് നടത്തിയ അല്ലെങ്കിൽ ആ ഗവൺമെൻറ്റിൻ്റെ ഉണ്ടായ ഗവൺമെൻറ്റിൻ്റെ ഇമേജ് എന്തുമാത്രം വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇത് ചർച്ചാ വിഷയമാകുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഇമേജ് മോശമാണ്, പല രംഗങ്ങളിലും മോശമാണ്. വികസനമൊക്കെ കുറേ കാര്യങ്ങളൊക്കെ, കുറേ പാലങ്ങളും റോഡുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അഴിമതി എന്നുള്ള കാര്യത്തിൽ മന്ത്രിമാരെല്ലാം അഴിമതിക്കാരാണെന്നുള്ളതും, അഴിമതി മാത്രമല്ല വേറെ വൃത്തികെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ ഭരണത്തിനിടയിൽ നടന്നു എന്നുള്ളത് ജനങ്ങളുടെ മുന്നിൽ ഉള്ള ഒരു വലിയ വസ്തുതയാണ്. അവരത് ചർച്ച ചെയ്യും, അത് വെച്ചിട്ടായിരിക്കും തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിന് വിലയിരുത്തുന്നത്. ഇപ്പോൾ രാഷ്ട്രീയമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പല തെരഞ്ഞെടുപ്പ് സർവേകളിലും കാണുന്നത് പോലെ തന്നെ ചെറുപ്പക്കാരും ഒക്കെ രാഷ്ട്രീയമായി ചിന്തിക്കുന്നത്. ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന ഡിസ്കഷൻ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, വളരെ രാഷ്ട്രീയമായിട്ടാണ് ചിന്തിക്കുന്നത്. അതൊരു തെരഞ്ഞെടുപ്പ് ബേസ് മാത്രമല്ല, പൊതുവായുള്ളൊരു നിലപാടായി തന്നെയാണോ മാറുന്നത്? അല്ല, അത് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ വരാം. ചില സന്ദർഭങ്ങളിൽ ഇപ്പം LDFന് 1980-കളിലൊക്കെ വലിയ ഭൂരിപക്ഷം കിട്ടിയ കാലത്തൊക്കെ രാഷ്ട്രീയമായിരുന്നു. ആ കാലത്ത് വളരെ സജീവമായി. അതിന് മുമ്പുള്ള ഗവൺമെൻറ്റിൻ്റെ നമ്മൾ ദുർഭരണം എന്ന് പറയുന്നതല്ല, ആ ഗവൺമെൻറ്റിൻ്റെ ഇമേജ് അങ്ങ് തീരെ മോശമാകും. ആ ഇമേജ് മോശമായിട്ട് പുതിയൊരു ഗവൺമെൻറ് ആളുകൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമ്പോഴാണ് ഒരു വലിയ സിങ്ങോടുകൂടി വലിയ ഭൂരിപക്ഷത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഒരുപാട് വിഷയങ്ങളുണ്ട്, എന്നാൽ ശക്തമായ രാഷ്ട്രീയ മത്സരമാണ്. BJP കൂടി രംഗത്ത് വന്നതോടുകൂടി അതിനകത്ത് വർഗീയ അജണ്ടയ്ക്ക് പുറമെ രാഷ്ട്രീയമായ ഒരു അജണ്ട. BJP എപ്പോഴും വർഗീയതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്, പക്ഷേ ഇത്തവണത്തെ അവരുടെ സമീപനത്തിൽ രാഷ്ട്രീയം കൂടിയുണ്ട്. കാരണം രണ്ട് മുന്നണികളെയും മാറി മാറി പരീക്ഷിച്ച് കഴിഞ്ഞു, ഞങ്ങളെയും കൂടെ സ്വീകരിക്കുക എന്നുള്ളത്. നേരത്തെ ശക്തി സാറ് പറഞ്ഞതുപോലെ BJP അങ്ങനെ എഴുതിത്തള്ളാനൊന്നും പറ്റത്തില്ല. കാരണം BJP കഴിഞ്ഞ കുറേ കാലമായി വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വർഗീയ അടിസ്ഥാനത്തിലാണ് ആദ്യകാലത്ത് ചേരുന്നെങ്കിൽ ഇപ്പോൾ അതല്ല, രാഷ്ട്രീയമാണ്. ചെറുപ്പക്കാർ ഒരുപാട് പേര് BJPയിലേക്ക് പോയിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും അത് ചോർന്നു പോയിട്ടുള്ളത് ഇടതുപക്ഷത്തിൽ നിന്നാണെന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ കാല ചരിത്രത്തിൽ അറിയുന്നത്. പക്ഷേ ഇപ്പോൾ BJPയുടെ ഈ സാറ് നേരത്തെ പറഞ്ഞ പോലെ അണ്ടകടാഹം മുഴക്കിയുള്ള ആ പ്രചരണം ന്യൂനപക്ഷങ്ങളിലൊരു ആശങ്കയും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ധ്രുവീകരണമാണ് ഇടതുപക്ഷത്തിന് ചിലപ്പോൾ അനുകൂലമായി മാറാൻ സാധ്യത. അതേസമയത്ത് തന്നെ ആ ഘടകം ഉള്ളതുകൊണ്ട് സവർണ സമുദായത്തിലെ അല്ലെങ്കിൽ മുന്നോക്ക സമുദായങ്ങളിലെ ഒരു ന്യൂനപക്ഷം ധ്രുവീകരണം BJPക്ക് അനുകൂലമായി വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് BJP എഴുതിത്തള്ളാൻ പറ്റത്തില്ല.
BJP അക്കൗണ്ട് തുറക്കുകയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ BJP ഒരുപാട് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കും. അവർ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. 10-20% വോട്ട് നേടിക്കഴിഞ്ഞാൽ കേരളത്തിലെ വലിയ ഒരു പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ബാലൻസ് ശക്തിയായിട്ട് BJPക്ക് മാറാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഈ കാണുന്ന ഒരു ചിത്രം. യെസ്, ശ്രീ അജിത് കുമാർ, സ്വാഭാവികമാണ് ഒരു ഭരണം വന്നാൽ ഇനി അടുത്ത മുന്നണി ഒന്ന് പരീക്ഷിക്കട്ടെ, എല്ലാം ശരിയാകുമെന്ന ഒരു ചിന്ത പൊതുവിൽ കേരളത്തിൻ്റെ ഒരു പൊതുവായ ശൈലി അതാണ്. അതിനെ ആണ് സ്വാഭാവികമായും UDF-ന് കവച്ചു വെക്കേണ്ടത്. ഇതുവരെ ഉയർത്തിയിട്ടുള്ള വികസന നേട്ടങ്ങൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അതിനെ കവച്ചു വെക്കാനാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ പരസ്യപ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ? സൗമ്യ, ഞാൻ ഒരു കാര്യം തുടക്കത്തിലെ പറയട്ടെ. മുതിർന്ന മാധ്യമപ്രവർത്തകരായ എൻ്റെ സഹപ്രവർത്തകരായ ശ്രീ SR ശക്തിധരനും ശ്രീ P മുരുകനും പറഞ്ഞ പല കാര്യങ്ങളോടും യോജിക്കേണ്ടതുണ്ട്. യോജിപ്പും ചില മേഖലകളിലുണ്ട്. അതായത് ഇപ്പോൾ ശ്രീ SRS പറഞ്ഞതുപോലെ BJPയുടെ നേതൃത്വത്തിലുള്ള NDA തെരഞ്ഞെടുപ്പ് കളത്തിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ കഴിഞ്ഞ 56 മുതൽ നടന്ന 57 മുതൽ നടന്ന ഇതുവരെ നടത്തിയ തെരഞ്ഞെടുപ്പുകളിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത പോലെ ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി കേരളമെമ്പാടും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിൻ്റെ ആത്യന്തികമായ ഫലം എന്ന് പറയുന്ന ഈ പറഞ്ഞ പോലെ കേന്ദ്രം ഭരിക്കുന്ന BJP അവരുടെ എല്ലാ ധനാഗമ സ്രോതസ്സുകളും ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലുള്ള ചടുലമായ പ്രചരണം നടത്തിയാലും ഇനിയിപ്പം ഇന്ന് വൈകുന്നേരത്തോടെ അതങ്ങ് തീരുന്നു. 19-ാം തീയതി പക്ഷേ അതിൻ്റെ ആത്യന്തികമായ ഫലം വരുമ്പോൾ അവർ ഉദ്ദേശിച്ച രീതിയിലായിരിക്കില്ല എന്നാണ് നമ്മുടെ ഒരു അനുമാനം. അതായത് BJPക്ക് ഈ പറഞ്ഞതുപോലെ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ അവർക്ക് കേരള നിയമസഭയിൽ ഒരു സാന്നിധ്യം അറിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കേരളം അങ്ങനെ അതിനുള്ള സാഹചര്യം ഒരുക്കുന്ന ഒരു മണ്ണല്ല കേരളത്തിൽ എന്നുള്ളതാണ് ഇപ്പോഴും അതിൻ്റെ ഒരു ഇത്. പക്ഷേ എങ്കിൽ പോലും ഈ പറഞ്ഞ കേന്ദ്രത്തിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നതിൻ്റെ ഡമ്പും ധാർഷ്ട്യവും ഒക്കെ കാണിച്ചുകൊണ്ട് പ്രചാരണ രംഗത്ത് ധാർഷ്ട്യം കാണിച്ചു എന്നല്ല പറഞ്ഞ് ആ ഒരു എന്തോ ഒരു അമിതമായ ആത്മവിശ്വാസം അവർക്കുണ്ടെന്ന് തോന്നുന്നു ഇത്തവണ നിയമസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകണം എന്നുള്ളത്. പക്ഷേ അതിനുള്ള സാഹചര്യം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞു കേട്ടതുപോലെ ഇപ്പോൾ 20 കോടി മുടക്കിയാലും 20% വോട്ട് വർദ്ധിപ്പിച്ചാലും 2 സീറ്റെങ്കിലും ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായാലും അത് ആ ഒരു 2 സീറ്റൊക്കെ ചിലപ്പോൾ കിട്ടാവുന്ന ചില മണ്ഡലങ്ങളിലെ ചില സൂചകങ്ങൾ വെച്ചിട്ട് നമുക്ക് വേണേൽ ഒരു പക്ഷേ അനുമാനിക്കാം. ഇപ്പോൾ അതായത് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില അടിയൊഴുക്കുകളും അല്ലെങ്കിൽ ചില ഈ പറഞ്ഞ ജാതീയ ഇക്വേഷൻസും അല്ലെങ്കിൽ ചില ഈ വിമതരെ പോലുള്ള ചില സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യമൊക്കെ ചില മണ്ഡലങ്ങളിലെങ്കിലും ഇവർക്കൊരു മേൽക്കൈ കിട്ടുന്നു എന്നുള്ള സംശയം ജനിപ്പിക്കുന്നുണ്ട്. പക്ഷേ കേരളം അതിന് ഇപ്പോഴും ആകില്ല BJPയുടെ ഈ ആവിർഭാവത്തിന് നിയമസഭയിലേക്ക് എന്നുള്ളതാണ് എൻ്റെയും വിശ്വാസം. മറ്റൊന്ന് സൗമ്യനെ ചൂണ്ടിക്കാണിച്ചു പോലെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ശ്രീ മുരുകൻ പറയുകയുണ്ടായി രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതെന്ന് എനിക്ക് വിശ്വാസമില്ല. അതേസമയം ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വലിയ ഗഹനമായ ചർച്ചയൊന്നും വിശദമായ ചർച്ചയൊന്നും ഇലക്ഷനിൽ ഒരിക്കലും ഉണ്ടായില്ല. ഇത്തവണ വളരെ കൂടുതൽ സമയം പ്രചരണത്തിനും ഉണ്ടായിരുന്നല്ലോ. ഏകദേശം ഒരു 2 മാസത്തോളം കിട്ടിയെന്ന് വെച്ചുള്ളൂ. അപ്പോഴൊന്നും ഈ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ചർച്ച ചെയ്യപ്പെടരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഇടതുപക്ഷവും BJPയും കാണിച്ചു എന്ന് വേണം കരുതാൻ. അതിൻ്റെ ഫലമായിട്ട് ഒരു പക്ഷേ ഈ പറഞ്ഞ നേട്ടങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. പിന്നെ ഗുണകാംക്ഷികൾ ഒരുപാടുണ്ട്, ബെനിഫിഷ്യൽ ഒരുപാട് പല മേഖല അതൊന്നും വിശദമായിട്ട് പിന്നീട് വരേണ്ടി വരുമായിരിക്കും. ഒരു പക്ഷേ ഇങ്ങനെ സമൂഹത്തിലെ എല്ലാ തട്ടിലുമുള്ള സാമാന്യ ജനങ്ങൾക്ക് കഴിഞ്ഞ 5 വർഷക്കാലം കിട്ടിയ ക്ഷേമ പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലവും അല്ലെങ്കിൽ മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ ശ്രീ മുരുകൻ പറഞ്ഞ പോലെ വികസനം എന്ന് പറഞ്ഞാൽ ഏതാനും റോഡുകളും പാലങ്ങളും മാത്രമല്ലല്ലോ, അല്ലാത്ത രീതിയിലുള്ള വൻ വികസന കുതിപ്പിലേക്ക് കഴിഞ്ഞ 5 വർഷം നമ്മൾ പോയി. 50 വർഷം ഉണ്ടാകാത്ത രീതിയിലുള്ള വികസനം കേരളത്തിൽ ചിലതൊക്കെ ഓൺ ഗോയിങ് സ്റ്റേജിലാണ്, ചിലതൊക്കെ തുടങ്ങി വെച്ചിരിക്കുന്നു. ഇനി ഏത് സർക്കാർ വന്നാലും അതിൽ നിന്ന് പിന്നോട്ട് പോകാനും കഴിയില്ല. അപ്പോൾ കേരളത്തിന് വികസനത്തിൻ്റെ ഒരു വലിയ മേഖല ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട്. അതൊന്നും ചർച്ച ചെയ്യപ്പെടാതെ കേവലമായ ചില ഈ ശ്രീ മുരുകൻ തന്നെ പറഞ്ഞ പോലെ ചില വൃത്തികെട്ട ചില കാര്യങ്ങളും അല്ലെങ്കിൽ അരാഷ്ട്രീയമായ കാര്യങ്ങളും ഭരണത്തിന്റെ ഭാഗമായി പോയി അല്ല ശക്തിട്ട അരാഷ്ട്രീയമായ കാരണങ്ങളും ഒക്കെയാണ് ഒരുപക്ഷെ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. ദൗർഭാഗ്യവശാൽ ഇതിനിടയ്ക്ക് പിന്നെ ഒരു പെൺകുട്ടിയുടെ മരണം ഉണ്ടായി. അതൊക്കെ പോലും അത് ചർച്ച ചെയ്യുന്നത് തെറ്റില്ല. ഏത് ഭാഗത്ത് വീഴ്ചയുണ്ടായി അല്ലെങ്കിൽ പ്രതികളെ എങ്ങനെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അങ്ങനെയുള്ള കേവല ഘടകങ്ങൾ ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ ഇത്രമാത്രം പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന
ഒരു സ്ഥിതിവിശേഷം ആശ്വാസ്യമെന്ന് എനിക്ക് തോന്നുന്നില്ല സൗമ്യ. പക്ഷെ അതന്നെയാണ് ഞാൻ ചോദിച്ചത്. അതായത് ഇത്തരം ചർച്ചകൾ മറുഭാഗത്ത് ഇത്തരം വലിയ തർക്കങ്ങൾ നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ നിലനിൽക്കുമ്പോൾ അതിനെ കവച്ചു വെക്കാൻ ഈ പറയുന്ന വികസന നേട്ടങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരാൻ UDF കഴിയാതെ പോകുന്നുണ്ടോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ? ഇത്തരം ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ UDF പരമാവധി ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അത് ഒരു സിംഗിൾ ലൈൻ കമ്മ്യൂണിക്കേഷനിൽ അത് പോകുന്നതല്ലാണ്ട് അത് വിശദമായ ഒരു വിപുലമായ ഒരു പ്ലാറ്റ്ഫോമിൽ വിശദമായ ഒരു ചർച്ചയ്ക്ക് അതൊരിക്കലും വിഷയമായി വരുന്നില്ല, വരരുതെന്നുള്ള നിർബന്ധ ബുദ്ധി ഈ മറ്റു രണ്ട് മുന്നണികളും കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ആരും വളരെ വേണ്ട രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അത് കുറേയൊക്കെ അതിൻ്റെ ഫലം ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ടാണല്ലോ വികസന തുടർച്ചയ്ക്ക് വേണ്ടി ഇനി ഒരു 5 കൊല്ലം കൂടി വേണമെന്ന് UDF ആവശ്യപ്പെടുന്നത്. ഏതായാലും ചർച്ചയിലേക്ക് വളരെ വേഗം തിരികെ എത്താം. ശ്രീ KVS ഹരിദാസ് ദയവായി തുടരുക. ഒപ്പം തന്നെ മറ്റു അതിഥികളും തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ KVS, ഇവിടെ പൊതുവിൽ സംസാരിച്ചതിലെല്ലാം ഉയർന്നു വന്നൊരു വിഷയം BJP സംബന്ധിച്ചിടത്തോളം അക്കൗണ്ട് തുറക്കുക എന്നത് തന്നെയാണ്. അതിനും അപ്പുറത്തേക്ക് വലിയ കണക്കുകൂട്ടലുകളിലായിരുന്നു ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർ. ഈ ഒരു പരസ്യപ്രചാരണത്തിന്റെ അവസാന സമയത്തിലേക്കൊക്കെ കടക്കുമ്പോൾ എങ്ങനെയാണ് പൊതുവിൽ ഇവിടെ ചർച്ച ചെയ്തപ്പോൾ എല്ലാം സംസാരിച്ചത് BJP കുറച്ച് വോട്ട് പിടിക്കും എന്നതിനപ്പുറത്തേക്ക് ഈ പ്രതീക്ഷകളൊന്നും നടക്കില്ല എന്ന തരത്തിലാണ്. എങ്ങനെയാണ് പൊതുവിലുള്ള ഒരു കണക്കുകൂട്ടലുകൾ എങ്ങനെയാണ് ശ്രീ KVS? ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും തന്നെ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്. കേരളത്തിലെ അനവധി മണ്ഡലങ്ങളെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ഇത്തവണ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്ന വസ്തുത അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. നമ്മൾ കാണേണ്ട ഒരു കാര്യം BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിലുള്ള ഒരു പ്രചരണ പരിപാടിയുമായിട്ട് ഇത്രയും ശക്തമായ ഒരു മുന്നണിയുമായിട്ട് ഇതാദ്യമായിട്ടാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് വരുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കേരളത്തിൽ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന വസ്തുത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ആ ഇമ്പാക്റ്റിൻ്റെ തലമാണ് ഇനി നമ്മൾക്ക് വിലയിരുത്താനുള്ളത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയത് ഏതാണ്ട് 15% വോട്ടാണ്. ഈ 15%-ൽ നിന്ന് എത്രത്തോളം കൂടിയാലാണ് BJPക്ക് ഇവിടെ ഒരു നിർണായക ശക്തിയായിട്ട് മാറാൻ കഴിയുക എന്നുള്ളതായിരുന്നു BJP ആദ്യം മുതൽ ചിന്തിച്ചിരുന്നത്. നമുക്കറിയാം കേരളത്തിൽ അതിന് ശേഷമാണ് BDJS, CK ജാനുവിനെ പോലുള്ള ഫാക്ടേഴ്സ് ഒക്കെ NDAയോടൊപ്പം ചേർന്നിട്ടുണ്ട്. അതുണ്ടാക്കിയ ചലനങ്ങൾ നമുക്ക് വർണ്ണിക്കാനാവുന്നതിനപ്പുറം തന്നെയാണ്. കാരണം BDJSനെ ആദ്യം ഇപ്പോൾ ഇടതുമുന്നണിയായാലും വലതുമുന്നണിയായാലും അതിനെ ഒരു വളരെ നിസ്സാരമായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ പല മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും മധ്യ കേരളത്തിൽ മാത്രമല്ല തെക്കൻ കേരളത്തിലൊക്കെ തന്നെ BDJSന് വല്ലാത്ത ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല, അതിൻ്റെ ഒപ്പം KPMSൻ്റെ ഒരു വലിയ ഘടകം അതിനൊപ്പം ഉണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പറയാറുള്ളത് പോലെ ഈ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഹിന്ദു സമുദായത്തിൻ്റെ ഒരു പ്രാതിനിധ്യം ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഇമ്പാക്റ്റ് ഏതായാലും ഈ വോട്ടിംഗ് രംഗത്ത് ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ മറ്റൊരു ഘടകം നമ്മളൊക്കെ കാണേണ്ടത് CK ജാനുവിൻ്റെ വരവാണ്. ജാനുവിനെ ഈ അധസ്ഥിത പിന്നാക്ക ആദിവാസി മേഖലയുടെ ഒരു ബിംബമായിട്ടാണ് എല്ലാവരും ചിത്രീകരിച്ചിരുന്നത്. ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തന്നെയാണ് അവരുടെ പിന്നിലാണ് നിറഞ്ഞിരുന്ന ഒരു വലിയ പ്രസ്ഥാനം. അവരാണ് ഇന്നിപ്പോൾ BJPയോടൊപ്പം ചേർന്നിട്ടുള്ളത്. അതൊക്കെ BJPയുടെ ഔട്ട്ലുക്കിലുണ്ടാക്കിയ മാറ്റം, BJPയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലുണ്ടാക്കിയ മാറ്റം അതൊക്കെ നിസ്സാരമല്ല. അത് സമൂഹത്തിൽ അത്രമാത്രം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു മൊത്തത്തിലുള്ള ഒരു ആകത്തുകയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക. അതിന് പുറമെയാണ് ഇപ്പോൾ പലരും സൂചിപ്പിച്ചതുപോലെ നരേന്ദ്രമോദി 2-3 തവണ വന്നു, 4-5 പൊതുയോഗങ്ങൾ അദ്ദേഹം പ്രസംഗിച്ചു, കേന്ദ്രമന്ത്രിമാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളും കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്ന സർക്കർമ്മങ്ങളും ജനങ്ങളിൽ എത്തിക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് BJP അതിൻ്റെ ഒരു പ്രതീക്ഷ നെയ്തു വച്ചിട്ടുള്ളത്. എൻ്റെ ഒരു കണക്കുകൂട്ടൽ ഒരു 30% വരെ എത്തത്തക്കവണ്ണം BJPക്ക് ഉയരാൻ കഴിയണം എന്നതാണ് അതിൻ്റെ നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. അത് എത്രത്തോളം എത്തും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാൻ ഇനി 2-3 ദിവസമേ ഉള്ളൂ. പക്ഷേ വൻതോതിലുള്ള മാറ്റങ്ങൾ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാക്കാൻ സാധിക്കും. കേരളത്തിലെ ശക്തമായ ഒരു മൂന്നാം ചേരി
കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ അതിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ജനങ്ങൾ എത്രത്തോളം സ്വീകരിക്കും എന്നതാണ് ഇനിയിപ്പോൾ കാണേണ്ടിയിരിക്കുന്നത്. അതിൻ്റെ ഫലം ചെറുതായിരിക്കില്ല. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ കാണുന്ന പോലെയല്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഉടുമ്പൻചോല പോലുള്ള മണ്ഡലങ്ങൾ, സുൽത്താൻ ബത്തേരി പോലുള്ള മണ്ഡലങ്ങളിൽ ഒക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ അത് കേരളത്തിൽ മൊത്തത്തിലുണ്ടായ ഒരു ചിത്രത്തിൻ്റെ പ്രതിഫലനമാണ്. പഴയ കാലത്ത് BJP-യെക്കുറിച്ച് പറയാറുള്ളത് കാസർഗോഡ് മഞ്ചേശ്വരത്തെക്കുറിച്ചാണ്. പിന്നീട് ഒരു 80-കൾക്ക് ശേഷം തിരുവിതാംകൂറിലെ തിരുവനന്തപുരം നഗരത്തിൽ BJP-ക്ക് ശക്തി ഉണ്ടെന്ന് പറയാറുണ്ട്. പക്ഷെ ഇന്നതല്ല സ്ഥിതി. ഇന്ന് ദേശീയ ജനാധിപത്യ സഖ്യം ഇവിടെ പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള മണ്ഡലങ്ങളിൽ ഒരു ശക്തമായ അടിത്തറയുണ്ടാക്കി ശക്തമായ പ്രചരണം നടത്തി ഒരു മൂന്നാം ചേരി കേരളത്തിലുണ്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് വോട്ടായിട്ടാണ് ഇനി മാറേണ്ടത്. അത് വോട്ടായിട്ട് മാറ്റാൻ കഴിയും എന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്.